ഹലോ ഫ്രണ്ട്സ്, ഞാൻ സിബി. വെൽക്കം ടു PSC മാസ്റ്റർ ദ ഗേറ്റ്വേ ടു സക്സസ്. ഇന്ന് നമ്മളൊരു പുതിയ സീരീസ് പഠിക്കുകയാണ്. കേരള PSC മുൻകാല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള പല ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സും ആണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഈ റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം തന്നെ മറ്റു പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള പല ക്വസ്റ്റ്യൻസിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളൊരു PSC പഠിക്കുമ്പോൾ നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്ത് അതിന്റെ ആൻസേഴ്സും റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ കണ്ടുപിടിച്ച് അതും പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് ജോലി കിട്ടുക എന്നുള്ളതിനുപരിയായിട്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ RK കുറിച്ചാണ്, വിവരാവകാശ നിയമത്തെ കുറിച്ചാണ് നമ്മുടെ ആദ്യ ചോദ്യം. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം. അപ്പോൾ നമുക്ക് വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷത്തെ കുറിച്ചും അതിന്റെ ഡീറ്റെയിൽസും പഠിക്കുന്നതിന് മുമ്പ് എന്താണ് വിവരാവകാശ നിയമം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്താണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റ്. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു പ്രിവെന്റ് കറപ്ഷൻ. നമ്മുടെ ഗവൺമെന്റ് ഓഫീസസിലെ കറപ്ഷൻ തടയുന്നതിന് വേണ്ടിയും അങ്ങനെ ഒരു നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം നിലവിൽ വന്നത്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വിവരം നമ്മുടെ പബ്ലിക് ഡോക്യുമെന്റ് അല്ലെങ്കിൽ പബ്ലിക് ഡോക്യുമെന്റ് നമുക്കിപ്പോൾ ഗവൺമെന്റ് ഓഫീസസിൽ നിന്ന് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം നമുക്ക് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് വിവരം നമുക്ക് അവിടെ നിന്ന് കിട്ടേണ്ടതാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പബ്ലിക് ഡോക്യുമെന്റിന്റെ കോപ്പി എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനുവേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് ഈ നിയമപ്രകാരം നമുക്ക് അപ്ലൈ ചെയ്യാൻ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ തന്നെ ഗവൺമെന്റ് ഓഫീസസിലെ വർക്കിംഗ് അതുകൊണ്ടാണ് ട്രാൻസ്പെറന്റ് ആക്കാൻ വേണ്ടിയിട്ടും കറപ്ഷൻ തടയുന്നതിനും വേണ്ടിയിട്ടുമാണ് ഈ ഒരു നിയമം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ നിയമം നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത് 2005 ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 2017 ആലപ്പുഴ LD ക്ലർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ് എന്നാണ് ചോദിച്ചത്. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിന്റെ ആൻസർ വിവരാവകാശ നിയമം അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ പാർലമെന്റ് ഈ നിയമം പാസ്സാക്കിയത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2015 ജൂൺ 15 ഇന്ത്യൻ പാർലമെന്റ് ഈ വിവരാവകാശ നിയമം പാസ്സാക്കിയത്. 2005 ജൂൺ 15. ഇനി ഈ നിയമം നിലവിൽ വന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 2005 ഒക്ടോബർ 12 ഈ നിയമം നിലവിൽ വന്നത്. 2005 ഒക്ടോബർ 12 ഈ നിയമം നിലവിൽ വന്നത്. അടുത്തത് അപ്പൊ നമ്മൾ നിലവിൽ വന്ന കാര്യം പഠിച്ചു, എന്തിനാണെന്ന് പഠിച്ചു, അപേക്ഷ സമർപ്പിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഈ അപേക്ഷ സമർപ്പിക്കേണ്ടത്, ആർക്കാണ് ഇത് സമർപ്പിക്കേണ്ടത്, ഇതിനെല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പരീക്ഷയ്ക്ക് ഓപ്ഷൻ വെച്ചിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അതല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് RTI മുഖേന നമുക്കൊരു അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അഡ്രസ് ചെയ്തും അതല്ല എങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കും നമുക്ക് അപേക്ഷ കൊടുക്കാം. ഇനി നമ്മൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ വിത്തിൻ 30 days 30 ദിവസത്തിനകം നമുക്ക് റിപ്ലൈ തരേണ്ടതാണ്. റിപ്ലൈ തരാൻ ബാധ്യസ്ഥനാണ്. അതല്ല അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നതെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ വിത്തിൻ 35 days 35 ദിവസത്തിനകം നമുക്ക് റിപ്ലൈ തരേണ്ടതാണ്. ഇനി നമ്മൾ അപേക്ഷ കൊടുത്തു, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മൾ ഇൻഫർമേഷൻ വൈകിപ്പിക്കുകയാണ്, തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ തന്നു, അങ്ങനെ വരുന്ന പക്ഷം നമുക്ക് ഈ ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ നമുക്ക് അപ്പീൽ ഫയൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അത് കറക്റ്റ് ആണെന്ന് കണ്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻഫർമേഷൻ ഓഫീസർ ഫൈൻ അടയ്ക്കേണ്ടി വരും. ഓരോ ദിവസത്തിന് ഇത് വൈകിപ്പിക്കുന്ന ഓരോ ദിവസത്തിന് 250 രൂപ വെച്ച് ഫൈൻ അടയ്ക്കേണ്ടി വരും. അത് മാക്സിമം 25,000 rupees വരെ ഫൈൻ അടയ്ക്കേണ്ടതായി വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്ന് നമുക്ക് കൂടുതലും കറപ്ഷൻ ഇല്ലാതെ ഗവൺമെന്റ് ഓഫീസസ് വർക്ക് ചെയ്യാൻ പറ്റും, ട്രാൻസ്പെറന്റ് ആക്കാൻ പറ്റും. ഇനി നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യം ചോദിച്ചു, അതൊരു വ്യക്തിയുടെ ജീവനും സ്വത്തിനും സംബന്ധിക്കുന്ന ഒരു വിവരമാണെങ്കിൽ 48 മണിക്കൂറിനകം നമുക്ക് റിപ്ലൈ തരണം. അതായത് 2 ദിവസത്തിനകം നമുക്ക് റിപ്ലൈ തരാൻ ബാധ്യസ്ഥതയുണ്ട്. ആർക്കാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് 2 ദിവസത്തിനകം നമുക്ക് മറുപടി തരണം. നമുക്കൊരു 30 ദിവസത്തിനകം മറുപടി തരേണ്ടത് നമ്മളൊരു നോർമൽ കേസിലുള്ള ഒരു കാര്യമാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ 30 ദിവസത്തിനകം നമുക്ക് റിപ്ലൈ കിട്ടണം. ഇനി ഈ നിയമം പാസ്സാകാൻ കാരണമായ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാനിലുള്ള മസ്ദൂർ കിസാൻ ശക്തി സംഘടന ആണ് ഈ നിയമം ഫോം ചെയ്യാൻ വേണ്ടി
എന്താണ് ശ്രമിച്ച ഒരു സംഘടന എന്ന് പറയുന്നത്. അപ്പം അത് കാരണമാണ് 2005 ഈ നിയമം നിലവിൽ വന്നത്. ഇത് സ്ഥാപിച്ചത് ആരാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടന സ്ഥാപിച്ചത് അരുണ റോയ് ആണ്. രാജസ്ഥാനിലാണ് ഈ സംഘടനയുള്ളത്. ഇത് സ്ഥാപിച്ചത് അരുണ റോയ് ആണ്. എന്നാൽ ഈ നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാൻ അല്ല, മറിച്ച് തമിഴ്നാടാണ്. 1997 തന്നെ തമിഴ്നാട് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് RTI നിയമം പാസാക്കി. ഇനി ടെലിഫോണിലൂടെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന സംസ്ഥാനമാണ്. ഇനി നമുക്ക് RTIയുടെ ആപ്ലിക്കേഷൻ ഫോണിലൂടെ സമർപ്പിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശാണ്. UPയിലാണെങ്കിൽ നമ്മുടെ RTIക്ക് വേണ്ടി ഗവൺമെന്റിൽ നമുക്ക് ഫോണിലൂടെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഓഫീസസിനെ ട്രാൻസ്പെറന്റ് ആക്കാൻ വേണ്ടി നമുക്കുള്ള ഒരു സുപ്രധാനമായ നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു നിയമമാണ് RTI ആക്ട് എന്ന് പറയുന്ന വിവരാവകാശ നിയമം. നിലവിൽ വന്ന 2005 പാർലമെന്റ് പാസ്സാക്കിയത് ജൂൺ 15 കെയിം ഇൻറ്റു ഫോഴ്സ് എന്നാണെന്ന് ചോദിച്ചാൽ ഒക്ടോബർ 12 നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അതല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്. അപ്പോൾ നമുക്ക് 30 ദിവസത്തിനകം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ റിപ്ലൈ തരണം. 35 ദിവസത്തിനകം അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ റിപ്ലൈ തരണം. ഒരു ജീവനും വ്യക്തി സ്വത്തിനെ സംബന്ധിക്കുന്ന വിവരമാണെങ്കിൽ 48 hours-നകം 48 മണിക്കൂറിനകം നമുക്ക് റിപ്ലൈ തരണം. ഇത് നിയമം പാസ്സാക്കാൻ കാരണമായ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ മസ്ദൂർ കിസാൻ ശക്തി സംഘടന. സ്ഥാപിച്ചത് ആരാണ്? അരുണ റോയ് ആണ്. ഈ നിയമം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. 1997 ഇത് പാസ്സാക്കിയത്. ടെലിഫോണിലൂടെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇത് ഇത്രയും മനസ്സിലായാൽ നമുക്ക് അടുത്തത് പഠിക്കാം. അടുത്തതായി വിവരാവകാശ നിയമപ്രകാരം അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അരുണാചൽ പ്രദേശാണ്. RTI ആക്ട് പ്രകാരം അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശാണ്. ഇനി നമുക്ക് വെറുതെ അങ്ങ് സമർപ്പിക്കാൻ പറ്റുമോ അപേക്ഷ? നമുക്ക് വിവരാവകാശ നിയമപ്രകാരം ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ അതിൽ 10 രൂപയുടെ കോഡ് ഫീസ് സ്റ്റാമ്പ് പതിച്ച ഒരു അപേക്ഷ ആയിരിക്കണം സമർപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പൊ നമുക്ക് ആപ്ലിക്കേഷനിൽ എന്ത് ചെയ്യണം? 10 രൂപയുടെ ഒരു കോഡ് ഫീസ് സ്റ്റാമ്പ് പതിച്ചിരിക്കണം. അപ്പൊ ഫോർ BPL ആയിട്ടുള്ള ആൾക്കാർക്ക്, BPL കാർഡുള്ള ബിലോ പോവർട്ടി ലെവലിലുള്ള ആൾക്കാർക്കാണെങ്കിൽ എന്താണ്? ഫീസ് ഇല്ലാതെ തന്നെ ഈ 10 രൂപ കോഡ് ഫീസ് സ്റ്റാമ്പ് പതിക്കേണ്ട ആവശ്യമില്ല. ഇനി വിവരാവകാശ നിയമപ്രകാരം 20 വർഷം വരെയുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കണം. നമുക്ക് ഇപ്പോൾ ഇന്നാണ് ഞാൻ കൊടുക്കുന്നത്, 20 വർഷം മുമ്പ് വരെയുള്ള വിവരങ്ങൾ നമുക്ക് RTI വഴി നമുക്ക് ശേഖരിക്കാൻ പറ്റും. 20 വർഷം മുമ്പ് വരെയുള്ള വിവരങ്ങൾ നമുക്ക് ശേഖരിക്കാൻ പറ്റും. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന റൂള്. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ഫണ്ടമെന്റൽ റൈറ്റ്, നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ ഉണ്ട്. എല്ലാവർക്കും ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിൽ അഭിപ്രായ സ്വാതന്ത്ര്യവുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ഇതിൽ ആരൊക്കെയാണ് അംഗങ്ങൾ, എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനിൽ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും നോട്ട് ലെസ് ദാൻ 10 ഇൻഫർമേഷൻ കമ്മീഷണേഴ്സും ഉണ്ടായിരിക്കണം. അതിൽ കുറയാതെ ഇൻഫർമേഷൻ കമ്മീഷണേഴ്സും ഒരു സെൻട്രൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഉണ്ടായിരിക്കും ഈ ഒരു കമ്മീഷനിൽ. ന്യൂഡൽഹിയാണ് ഇതിന്റെ ആസ്ഥാനം. ഇനി ഇവരെ നിയമിക്കുന്നത് ആരാണ്? നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. ഇൻഫർമേഷൻ കമ്മീഷണറെയും ഈ ഇൻഫർമേഷൻ കമ്മീഷണേഴ്സിനെയും നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. അപ്പൊ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും കമ്മീഷണേഴ്സിനെയും നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. ഇനി നമ്മൾ സെൻട്രലിന്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചു. ഇനി ഓരോ സ്റ്റേറ്റിലും ഇതുപോലെ വിവരാവകാശ കമ്മീഷൻ, ഇൻഫർമേഷൻ കമ്മീഷൻ ഉണ്ട്. ഇത് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന ഏതാണെന്ന് ചോദിച്ചാൽ 2005 ഡിസംബർ 19 2005 ഡിസംബർ 19 കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ആദ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നു? സെൻട്രലിലെ ആദ്യ മുഖ്യ വിവരാവകാശ റൈറ്റ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ വജാഹത്ത് ഹബീബുള്ള ആണ്. സ്റ്റേറ്റിലെ ആദ്യ ഇൻഫർമേഷൻ കമ്മീഷണർ ആരായിരുന്നു? പാലാട്ട് മോഹൻദാസ് ആണ് സ്റ്റേറ്റിലെ ഫസ്റ്റ് വിവരാവകാശ കമ്മീഷണർ ആയിരുന്നത്. സെൻട്രൽ ആണെങ്കിൽ വജാഹത്ത് ഹബീബുള്ളയാണ്.
അപ്പോൾ ഇൻഫർമേഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട റൈറ്റ് ടു ഇൻഫർമേഷൻ RTIയുമായി ബന്ധപ്പെട്ട വളരെ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറഞ്ഞു. ഇത് നിങ്ങൾ PSC പരീക്ഷയ്ക്ക് എഴുതുന്നവർ മാത്രമല്ല, നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. 9th-ലും 10th-ലും ഒക്കെ സ്കൂളിലൊക്കെ ഇതൊക്കെ വിശദമായി പഠിക്കാനുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് പഠിക്കുക. ഈ ക്വസ്റ്റ്യൻ ഇതിലെ ഒരു പോയിന്റ് പോലും വിട്ടുകളയാതെ നമ്മൾ പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1977 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്, എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് സ്ഥാപിച്ചത് ആരാണ്? വൻകാരി മാതായി. വൻകാരി മാതായി 2004 നൊബേൽ പ്രൈസ് വിന്നറായ വൻകാരി മാതായി ആണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന സംഘടന സ്ഥാപിച്ചത്. എന്നാൽ പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള ഗ്രീൻ ക്രോസ് സ്ഥാപിച്ചത് ആര്? ഗ്രീൻ ബെൽറ്റ് വൻകാരി മാതായിയാണ്. 2004 നൊബേൽ പ്രൈസ് കിട്ടിയത് അവർക്കാണ്. പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ഗ്രീൻ ക്രോസ് സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? മിഖായേൽ ഗോർബച്ചേവ് ആണ്. മിഖായേൽ ഗോർബച്ചേവ് 1993 ഇത് സ്ഥാപിച്ചത്. ഇനി പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര സംഘടന ഏതാണ്? പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് ഗ്രീൻ പീസ്. അപ്പൊ നമ്മൾ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഗ്രീൻ ബെൽറ്റ് സ്ഥാപിച്ചത് വൻകാരി മാതായിയാണ്. ഗ്രീൻ ക്രോസ് സ്ഥാപിച്ചത് മിഖായേൽ ഗോർബച്ചോവ്. ഗ്രീൻ പീസ് എന്നറിയപ്പെടുന്ന പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് ഗ്രീൻ പീസ്. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ പഠിക്കുകയാണ്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം, ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട്, മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? 1993 1993 സെപ്റ്റംബർ 28. 1993 സെപ്റ്റംബർ 28 ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട്, മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപങ്ങൾ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് മനുഷ്യാവകാശ സംരക്ഷണ നിയമമാണ്. ആ നിയമം നിലവിൽ വന്നത്, ലോ നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28 എന്നാൽ മനുഷ്യാവകാശ കമ്മീഷൻ, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12 1993 ഒക്ടോബർ 12 ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട്? എത്ര ഒഫീഷ്യൽ അംഗങ്ങളാണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ ഉള്ളത്? 4 അംഗങ്ങളാണ് ഉള്ളത്. 4 അംഗങ്ങൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ, അധ്യക്ഷൻ പ്ലസ് 4 ഒഫീഷ്യൽ അംഗങ്ങളുണ്ട്. അങ്ങനെ ടോട്ടൽ 5 അംഗങ്ങളാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ ഉള്ളത്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മാനവ് അധികാർ ഭവൻ അല്ലെങ്കിൽ പട്ടേൽ ഭവൻ, ന്യൂഡൽഹി. ന്യൂഡൽഹിയിലെ മാനവ് അധികാർ ഭവൻ അല്ലെങ്കിൽ പട്ടേൽ ഭവനാണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28 നമ്മളിത് പറഞ്ഞു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗങ്ങളുടെയും കാലാവധി, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെയും അതിലെ അംഗങ്ങളുടെയും കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ 5 വർഷം. 5 വർഷമാണ് കാലാവധി, അല്ലെങ്കിൽ 70 വയസ്സ്. 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്. ഒന്നുകിൽ 5 വർഷം കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ 70 വയസ്സ് കംപ്ലീറ്റ് ആകണം. ഏത് വർഷം മുതലാണ് ഡിസംബർ 10 ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് നമുക്കറിയാം. ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് ഡിസംബർ 10 ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? 1950 മുതലാണ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് നമ്മൾ ഡിസംബർ 10 ആചരിക്കാൻ തുടങ്ങിയത്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇങ്ങനെയുള്ള കമ്മീഷൻസ് സെൻട്രലിലതും പഠിക്കണം, സ്റ്റേറ്റിലതും പഠിക്കണം, അത് ഫോം ചെയ്ത വർഷം പഠിക്കണം, കാലാവധി പഠിക്കണം, ചെയർമാൻമാരെ പഠിക്കണം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായ വർഷം 1998 ഡിസംബർ 11. 1998 ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്. 1993 സെൻട്രൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഫോം ചെയ്തത്. അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് 1998 ഡിസംബർ 11 സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഫോം ചെയ്തത്. ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഇനി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആര്, നീക്കം ചെയ്യുന്നത് ആര്? ഇത് നമുക്ക് പ്രത്യേകിച്ചും തിരിഞ്ഞു പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും പ്രത്യേകം പഠിക്കണം. ഗവർണറാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്, എന്നാൽ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്.
നീക്കം ചെയ്യാനുള്ള നിയമിക്കാനുള്ള അധികാരം ഗവർണർക്കുണ്ട്. പക്ഷെ നീക്കം ചെയ്യാൻ ഇത്തരം സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണുള്ളത്. നിയമിക്കുന്നതിനുള്ള അധികാരം മാത്രമാണ് ഗവർണർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട്? 3 അംഗങ്ങളാണ് ഉള്ളത്. കമ്മീഷണർ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് ഉള്ളത്. ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് ഇവരുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തന്നെയാണ്. സെൻട്രലിലുള്ള അവരുടെ കമ്മീഷന്റെ അംഗങ്ങളുടെ കാലാവധി പോലെ തന്നെയാണ് 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇത് ഏതാണോ മുൻപേ വരുന്നത് അതായിരിക്കും അവരുടെ കാലാവധി. പക്ഷെ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനിൽ മൊത്തം 5 അംഗങ്ങളാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഇത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സോറി. ഇന്ത്യ ഗവൺമെന്റിന് ലഭിക്കുന്ന പ്രധാന നികുതികളിൽ ഒന്ന് ഏതാണ്? ഇതൊരു പരീക്ഷയ്ക്ക് ഞാൻ ഓപ്ഷൻ ഇട്ടിട്ടുണ്ട് ഇവിടെ. വിൽപ്പന നികുതി, എക്സൈസ് നികുതി, തൊഴിൽ നികുതി. ഇതിൽ ഏത് നികുതിയാണ് ഇന്ത്യ ഗവൺമെന്റിന്, കേന്ദ്ര ഗവൺമെന്റിന് ലഭിക്കുന്ന പ്രധാന നികുതികളിൽ ഒന്നാണ് എക്സൈസ് നികുതി. അതായത് ടാക്സ്, സെൻട്രൽ ഗവൺമെന്റ് ലഭിക്കുന്ന പ്രധാന ടാക്സുകളിൽ ഒന്നാണ് ഞാൻ വിൽപ്പന നികുതി, എക്സൈസ് നികുതി, തൊഴിൽ നികുതി എന്ന് പറഞ്ഞു. അതിൽ എക്സൈസ് നികുതിയാണ് സെൻട്രൽ ഗവൺമെന്റ് ലഭിക്കുന്ന പ്രധാന ടാക്സ് എന്ന് പറയുന്നത്. 2 തരം ടാക്സുകളുണ്ട്. അത് ഏതെല്ലാമാണ്? നമുക്ക് ടാക്സുകളെ കുറിച്ച് വിശദമായി പഠിക്കാം. 2 തരം ടാക്സുകളുണ്ട്. ഏതെല്ലാമാണ് 2 തരം ടാക്സുകൾ? പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയുമാണ് 2 തരം ടാക്സുകൾ. പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്, പ്രത്യക്ഷ നികുതിയിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ്? ഭൂനികുതി, ലാൻഡ് ടാക്സ്, ലാൻഡ് റവന്യൂ, ലാൻഡ് ടാക്സ്, ഇൻകം ടാക്സ്, ആദായ നികുതി, പരസ്യ നികുതി എക്സെട്ര. ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ ഏതിൽ പെടും? പ്രത്യക്ഷ നികുതിയിൽ പെടും. എന്തൊക്കെയാണ്? ഭൂനികുതി, ലാൻഡ് ടാക്സ്, ഇൻകം ടാക്സ്, പരസ്യ നികുതി, ഇതെല്ലാം പ്രത്യക്ഷ നികുതിയിൽ പെടും. എന്നാൽ പരോക്ഷ നികുതിയിൽ പെടുന്നത് എന്താണ്? GST ആണ്. GST ആണ് പരോക്ഷ നികുതിയിൽ പെടുന്നത്. ഇനി ടാക്സിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ടാക്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 265 ആണ്. നികുതികളെ കുറിച്ച്, ടാക്സിനെ കുറിച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 265 ആണ്. 265 ആണ് ടാക്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നികുതികളെ കുറിച്ച് പഠിക്കാൻ, ടാക്സുകളെ കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട ഒരു കമ്മീഷനാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഈ ടാക്സുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ നിയമിക്കപ്പെട്ടു. ആ കമ്മീഷന്റെ പേരാണ് ജോൺ മത്തായി കമ്മീഷൻ. 1954 ഈ കമ്മീഷൻ നിയമിക്കപ്പെട്ടത്. ഇതിന്റെ കമ്മീഷന്റെ പേരാണ് ജോൺ മത്തായി കമ്മീഷൻ. ഇനി ഇന്ത്യയിൽ ടാക്സ് ആക്ട്, നികുതി നിയമം നിലവിൽ വന്ന വർഷം എന്ന്? 1962 ഏപ്രിൽ 1 1962 ഏപ്രിൽ 1 ഇന്ത്യയിൽ നികുതി നിയമം നിലവിൽ വന്നത്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടാക്സ് നൽകുന്ന സ്റ്റേറ്റ് ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടാക്സ് നൽകുന്ന സ്റ്റേറ്റ് ആണ് മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി നൽകുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അപ്പൊ നമ്മൾ പഠിച്ചു 2 തരം ടാക്സ് ഉണ്ട്, പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും. പ്രത്യക്ഷ നികുതി നമ്മൾ അതിന്റെ ഉദാഹരണങ്ങൾ പഠിച്ചു. ഭൂനികുതി, ആദായ നികുതി, പരസ്യ നികുതി ഒക്കെ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. പരോക്ഷ നികുതി ആണെങ്കിൽ GST പരോക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. ആർട്ടിക്കിൾ 265 ആണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നികുതികളെ കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ മത്തായി കമ്മീഷനാണ്. ഇന്ത്യയിൽ നികുതി നിയമം നിലവിൽ വന്നത് 1962 ഏപ്രിൽ 1 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി നൽകുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതിദായകരുള്ള പട്ടണം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതിദായകരുള്ള പട്ടണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിറ്റി കൊൽക്കത്തയാണ്. കൊൽക്കത്ത സിറ്റിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതിദായകരുള്ള പട്ടണം. ടാക്സ് കൊടുക്കുന്ന ആൾക്കാരുള്ള പട്ടണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിറ്റി ഏതാണെന്ന് വെച്ചാൽ കൊൽക്കത്തയാണ്. ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റി, കുറെ കമ്മിറ്റികൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കണം. ഇതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ രാജാ ചെല്ലയ്യ കമ്മിറ്റിയാണ്. ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തെ കുറിച്ച് നിർദ്ദേശം നൽകിയ കമ്മിറ്റി രാജാ ചെല്ലയ്യ കമ്മിറ്റിയാണ്. പ്രത്യക്ഷ പരോക്ഷ നികുതികളെ കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് വിജയ് കേൽക്കർ കമ്മിറ്റി. പ്രത്യക്ഷ പരോക്ഷ നികുതികളെ കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് വിജയ് കേൽക്കർ കമ്മിറ്റി.
അപ്പം രാജ ചെല്ലയ്യ കമ്മിറ്റി എന്തായിരുന്നു? ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റിയാണ്. നികുതി പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുത്ത കമ്മിറ്റിയാണ് രാജ ചെല്ലയ്യ കമ്മിറ്റി. രാജ ചെല്ലയ്യ കമ്മിറ്റിയാണ് നികുതി പരിഷ്കരിക്കാൻ പറഞ്ഞത്. എന്നാൽ പ്രത്യക്ഷ പരോക്ഷ നികുതികളെ കുറിച്ച്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റിയാണ് വിജയ് കേൽക്കർ കമ്മിറ്റി. അടുത്തതായിട്ട് ഫാറ്റ് ടാക്സ് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം. ഫാറ്റ് ടാക്സ്, കൊഴുപ്പിന് ടാക്സ് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. നമ്മുടെ കേരളമാണ് ഫാറ്റ് ടാക്സ് ഏർപ്പെടുത്തിയ ഫസ്റ്റ് സ്റ്റേറ്റ്. എന്നാൽ ഇന്ത്യയിൽ വാറ്റ്, മൂല്യവർദ്ധിത നികുതി അല്ലെങ്കിൽ വാറ്റ് നിലവിൽ വന്ന വർഷം എന്നാണ്? 2005 ഏപ്രിൽ 1-നാണ് വാറ്റ് നിലവിൽ വന്നത്. ഇന്ത്യയിൽ വാറ്റ് ആദ്യമായി ഏർപ്പെടുത്തിയ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഹരിയാനയാണ് ഇന്ത്യയിൽ ആദ്യമായി വാറ്റ് ഏർപ്പെടുത്തിയ സംസ്ഥാനം. ഇന്ത്യയിൽ GST നിലവിൽ വന്നത്. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്. GST നിലവിൽ വന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്നാണ്? 2017 ജൂലൈ 1-നാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നികുതിയായുള്ള പട്ടണമാണ് കൊൽക്കത്ത എന്ന് പറഞ്ഞു. നികുതി പരിഷ്കരണത്തിന് വേണ്ടി പറഞ്ഞത് കമ്മിറ്റി ഏതാണ്? രാജ ചെല്ലയ്യ കമ്മിറ്റി. പ്രത്യക്ഷ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസിനെ കുറിച്ച് പഠിക്കാൻ പറഞ്ഞത് ഏതാണ്? കേന്ദ്ര സർക്കാരിന്റെ കമ്മിറ്റി വിജയ് കേൽക്കർ കമ്മിറ്റിയാണ്. വാറ്റ് ടാക്സ് ഏർപ്പെടുത്തിയ ആദ്യ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളമാണ്. ഇന്ത്യയിൽ വാറ്റ് ഏർപ്പെടുത്തിയത് 2005 ഏപ്രിൽ 1-നാണ്. ആദ്യമായി ഏർപ്പെടുത്തിയ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹരിയാനയാണ്. ഇന്ത്യയിൽ GST നിലവിൽ വന്ന 2017 ജൂലൈ 1-നാണ്. GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ്? GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഏത് അമെൻമെന്റ് പ്രകാരമാണ് GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? 101-ാമത്തെ അമെൻമെന്റ്, 101, 101-ാം അമെൻമെന്റ് പ്രകാരമാണ് GST കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയത്. ഇനി GST കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? GST കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 279A ആണ് GST കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ഞാൻ ഇനി ഒരു കോളം 2 ടേബിളിൽ വരച്ചിട്ടുണ്ട്. നമ്മൾ 2-3 ടേബിൾ. അപ്പൊ ഇതില് നമ്മൾ കേന്ദ്ര സർക്കാർ, നമ്മൾ സാധാരണ ടാക്സ് അടയ്ക്കേണ്ടത് കേന്ദ്ര സർക്കാരിന് അടയ്ക്കണം. സംസ്ഥാന സർക്കാരുകൾക്ക് ടാക്സ് അടയ്ക്കുന്നുണ്ട്. നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ ടാക്സ് അടയ്ക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടി പ്രത്യേകിച്ച് നമ്മൾ ഓരോന്നും ആർക്കാണ് അടയ്ക്കേണ്ടത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. കാരണം പരീക്ഷയ്ക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ചോദിക്കുമ്പോഴേക്കും നമ്മളത് തിരിഞ്ഞു പോകും. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് നമുക്ക് പഠിക്കാം. കേന്ദ്ര സർക്കാരിലേക്ക്, സെൻട്രൽ ഗവൺമെന്റിലേക്ക് നൽകേണ്ട നികുതി ഏതാണ്? എക്സൈസ് നികുതി. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നികുതികളിൽ ഒന്നാണ് എക്സൈസ് നികുതി എന്ന് നമ്മൾ പഠിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിലാണ് എക്സൈസ് നികുതി അടയ്ക്കേണ്ടത്. കസ്റ്റംസ് നികുതിയും ആർക്കാണ്? സെൻട്രൽ ഗവൺമെന്റിലാണ് നൽകേണ്ടത്. സെൻട്രൽ ഗവൺമെന്റാണ് എക്സൈസ് നികുതി, കസ്റ്റംസ് നികുതി, സേവന നികുതി. ഏതൊക്കെയാണ്? എക്സൈസ് ടാക്സ്, കസ്റ്റംസ് ടാക്സ്, സേവന നികുതിയും നൽകേണ്ടത് ആർക്കാണ്? സെൻട്രൽ ഗവൺമെന്റിനാണ്. അപ്പോൾ സർവീസ് ടാക്സ്, കസ്റ്റംസ് ടാക്സ്, എക്സൈസ് ടാക്സ്, ഇത്രയും ടാക്സുകൾ സെൻട്രൽ ഗവൺമെന്റിലേക്കാണ് നമ്മൾ നൽകേണ്ടത്. അടുത്തതായി സംസ്ഥാന സർക്കാരുകൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന് നൽകേണ്ട നികുതികൾ ഏതൊക്കെയാണ്? വിൽപ്പന നികുതി. നമുക്കറിയാം കേരള സർക്കാരിന് നമുക്ക് വിൽപ്പന നികുതിയാണ് കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ നികുതി വരുമാന മാർഗം എന്നുള്ളത് വിൽപ്പന നികുതിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ വിൽപ്പന നികുതി നമുക്ക് എവിടെയാണ്? കേരള സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് കൊടുക്കേണ്ടുന്നത്. വാഹന നികുതിയും സ്റ്റേറ്റ് ഗവൺമെന്റ് അടയ്ക്കേണ്ടുന്നത്. വാഹനങ്ങൾ നികുതി ആർക്കടയ്ക്കണം? വാഹനങ്ങളും രജിസ്ട്രേഷൻ നികുതി. അപ്പൊ നമുക്കത് ചേർത്ത് പഠിക്കാം. വാഹന രജിസ്ട്രേഷൻ അടയ്ക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റിന്. വാഹന നികുതിയും രജിസ്ട്രേഷൻ നികുതിയും അടയ്ക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റ്. അതുപോലെ ഭൂനികുതി, ലാൻഡ് ടാക്സ്, ഭൂനികുതി അടയ്ക്കേണ്ടത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. അപ്പൊ നമ്മള് ഭൂനികുതിയൊക്കെ നമ്മൾ എല്ലാവരും അടയ്ക്കാൻ പോകുന്നതുകൊണ്ട് എല്ലാവർക്കും അറിയാം ഭൂനികുതി നമ്മള് സ്റ്റേറ്റ് ഗവൺമെന്റിന് അടയ്ക്കണം. രജിസ്ട്രേഷൻ നികുതി സ്റ്റേറ്റ് ഗവൺമെന്റിലേക്കാണ് പോകുന്നത്. വാഹന നികുതിയും വിൽപ്പന നികുതിയും സ്റ്റേറ്റ് ഗവൺമെന്റിലേക്കാണ് പോകുന്നത്. അടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നൽകുന്ന നികുതി ടാക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കെട്ടിട നികുതി നൽകേണ്ടുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. തൊഴിൽ നികുതി, പരസ്യ നികുതി, വിനോദ നികുതി. അപ്പൊ കെട്ടിടം, തൊഴിൽ, പരസ്യം, വിനോദം, ഇതൊക്കെയാണ് കെട്ടിടത്തിൽ, തൊഴിൽ, പരസ്യം, വിനോദം. കെട്ടിട നികുതി, തൊഴിൽ നികുതി, പരസ്യ നികുതി, വിനോദ നികുതി. അപ്പൊ ഈ പറയുന്ന ടാക്സുകളെല്ലാം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് നമ്മൾ അടയ്ക്കേണ്ടത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അടയ്ക്കേണ്ടുന്ന നികുതിയാണ് കെട്ടിട നികുതി, തൊഴിൽ നികുതി, പരസ്യ നികുതി, വിനോദ നികുതി. ഇത്രയും ടാക്സുകൾ. അപ്പൊ ടാക്സുകളെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച എല്ലാ കാര്യങ്ങളും, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനെ കുറിച്ച് പഠിച്ചു, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ കുറിച്ച് പഠിച്ചു,
GST ടാക്സിനെ കുറിച്ച് പഠിച്ചു. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ട്സ് എല്ലാം തന്നെ പ്രീവിയസ്ലി പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതിൽ ഒരു പോയിന്റ് പോലും വിട്ടുകളയാതെ എല്ലാവരും പഠിക്കുക. പരീക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് വെറുതെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കാവുന്നതാണ്. നമുക്കിനി അടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.